2024 ഗേറ്റ് എക്സാമിന്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫൈനൽ സ്റ്റേജ് പ്രിപ്പറേഷനിലായിരിക്കും. അതായത് നിങ്ങളുടെ കംപ്ലീറ്റ്ലി അതായത് നിങ്ങളുടെ മൈൻഡും കാര്യങ്ങളൊക്കെ ഈ ഒരു എക്സാമിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു സമയമാണ്. ഫെബ്രുവരി മാസം ഫസ്റ്റ് വീക്കെൻഡ് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കെൻഡിലായിരിക്കും നിങ്ങളുടെ എക്സാം ഉണ്ടാവുക. അപ്പോൾ അഡ്മിറ്റ് കാർഡ് കൈ കിട്ടിയ ആളുകൾക്കൊക്കെ അറിയാം ഏത് ദിവസമായിരിക്കും, ഏതാണ് നിങ്ങൾ എക്സാം സെന്റർ എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മൈൻഡിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങളുടെ ഈ ഒരു പ്രിപ്പറേഷൻ ഒന്നും കൂടി ഒരു അടിപൊളിയാക്കാൻ അല്ലെങ്കിൽ അതിനൊരു ബോണസ് എന്ന നിലയിൽ എൻട്രി നിങ്ങൾക്ക് ഒരു ഓഫർ തരികയാണ്. വെറും 999 രൂപയ്ക്ക് ഈ 2024 ഗേറ്റ് എക്സാമിന്റെ കംപ്ലീറ്റ് കോഴ്സ് നിങ്ങൾക്ക് കിട്ടാൻ പോവാണ്. അതായത് നിങ്ങൾക്ക് അറിയാം കംപ്ലീറ്റ്ലി പഠിച്ചെടുക്കാനുള്ള സമയമൊന്നുമില്ല, പക്ഷേ നിങ്ങൾക്ക് അവിടെ ഉപകാരപ്രദമാകുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ടിഫൈ ചെയ്യാം. ഓൾറെഡി നമുക്ക് കംപ്ലീറ്റ് സിലബസ് റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പക്ഷേ അത് മുഴുവൻ പഠിച്ചെടുക്കാനുള്ള സമയം നിങ്ങളുടെ മുമ്പിൽ വെറും ഒരു മാസം മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും വരികയാണെങ്കിൽ ആ ടോപ്പിക്ക് ജസ്റ്റ് എടുത്ത് പോയി നോക്കിയിട്ട് അതിനകത്ത് നിങ്ങൾക്ക് എന്താണ് ഡൗട്ടുള്ളത്, ഇപ്പോൾ ഈവൻ ജനറൽ സബ്ജക്റ്റ് ആയിക്കോട്ടെ, മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ, ഇനി അല്ലെങ്കിൽ റീസണിംഗുള്ള സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഇനി കണ്ടന്റ് ടെക്നിക്കൽ സബ്ജക്റ്റിലേക്ക് കോർ സബ്ജക്റ്റിലേക്ക് വരികയാണെങ്കിൽ അവിടെ ആയിക്കോട്ടെ, എവിടെയെങ്കിലും ഒരു ഡൗട്ട് വരികയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും നോക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ടോപ്പിക്കിനകത്ത് പോയിട്ട് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതാണ് ഈ സിലബസ് ബേസ്ഡ് റെക്കോർഡ് ക്ലാസ് ഇപ്പം നിങ്ങൾക്ക് കിട്ടിയാലുള്ള ഗുണം എന്നുള്ളത്. മുഴുവനായിട്ട് പഠിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി പഠിക്കുകയാണെങ്കിൽ ടൈം എടുത്ത് പഠിക്കേണ്ട കണ്ടന്റുകൾ മൊത്തം ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ സ്റ്റഡി കാർഡ്സ് ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ടുകൾ വരാം. ഏത് ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഏത് തിയറിന്റെ ബേസിലാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്, ഇങ്ങനെ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഓരോന്നിനും സ്റ്റഡി കാർഡ്സ് ഉണ്ടാവും. അതായത് സ്പെഷ്യലായിട്ട് എടുത്തു പറയേണ്ട കുറെ സബ്ജക്റ്റുകളുണ്ട്, ഫോർമുലാസ് ഓർത്ത് വെക്കേണ്ടത്. നമ്മളിപ്പം തിയറി ഓഫ് മെഷീൻസ്, മെക്കാനിക്കൽ പറയുന്ന തിയറി ഓഫ് മെഷീൻസ്, അല്ലെങ്കിൽ സിവിലിനകത്ത് ഇതുപോലെ കുറെ കണ്ടന്റ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ, അല്ലെങ്കിൽ അതുപോലെ കുറെ കണ്ടന്റുകൾ, മെഷീൻ ഡിസൈൻ പോലെ കണ്ടന്റുകൾ. അപ്പൊ ഇതിനകത്തുള്ള ടോപ്പിക്സിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഫോർമുലാസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. അപ്പൊ അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ സ്റ്റഡി കാർഡ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ആ സ്റ്റഡി കാർഡ്സ് നിങ്ങൾക്ക് ഇതിനോട് കൂടെ തന്നെ കിട്ടും. ഈ ഒരു വെറും 999 രൂപേന്റെ കോഴ്സിന്റെ കൂടെ കിട്ടും. ഓക്കെ, പിന്നെ ടെസ്റ്റ് സീരീസ് ഈ ഫൈനൽ സ്റ്റേജിൽ നിൽക്കുന്ന ഈ വിത്തിൻ 1 മന്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗം ഉണ്ടാകാൻ പോകുന്നത് ഈ ഒരു ടെസ്റ്റ് സീരീസുകളായിരിക്കും. അവിടെ ഫുൾ ലെങ്ത് എക്സാമുകൾ ഉണ്ടാകും. ഏറ്റവും കൂടുതൽ നോക്കുകയാണെങ്കിൽ ഫുൾ ലെങ്ത് എക്സാമുകൾ എഴുതി തുടങ്ങേണ്ട സമയമായി. അതായത് എങ്ങനെയാണ് ഒരു ഗേറ്റ് എക്സാം റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾ എത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിക്കണം, എത്രത്തോളം ടൈം കൺസ്യൂമിങ് ആണ് ഓരോ ക്വസ്റ്റ്യനും എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു സമയമാണ് ഈ ഒരു ലാസ്റ്റ് മന്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഫുൾ ലെങ്ത് എത്ര എക്സാം നിങ്ങൾ എഴുതുന്നു അത്രത്തോളം നിങ്ങൾ മെയിൻ അതായത് റിയൽ ആയിട്ട് എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ സബ്ജക്ട് വൈസ് എക്സാംസ് ഉണ്ടാവും. നിങ്ങൾ ഏത് സബ്ജക്റ്റിലാണോ വീക്ക് ആ സബ്ജക്റ്റിന് കുറച്ചും കൂടി കൂടുതൽ എക്സാമിന് കുറച്ചുകൂടി വെയിറ്റേജ് കൊടുത്ത് നിങ്ങൾ എക്സാമുകൾ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ നല്ല സബ്ജക്റ്റിലാണ് നിങ്ങൾ കുറച്ച് വീക്ക് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനകത്ത് കൂടുതൽ സബ്ജക്ട് എക്സാമുകൾ കൂടുതൽ ഏതെങ്കിലും ടോപ്പിക്സ് വൈസ് ഉള്ള കാര്യങ്ങളാണെങ്കിൽ ആ ടോപ്പിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. അതായത് മോക്ക് എക്സാമുകൾ ഇതിന് അഡീഷണൽ ആയിട്ട് സബ്ജക്ട് എക്സാംസ്, ഫുൾ ലെങ്ത് എക്സാംസ്, ഇനി എന്തിനകത്ത് ടോപ്പിക്സ് എക്സാംസ് ഉണ്ടാവും, ടോപ്പിക് വൈസ് എക്സാംസ് ഉണ്ടാവും. ഈ ടോപ്പിക്സ് വൈസ് എക്സാംസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക്സിനകത്ത് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ആൻസർ കിട്ടുന്നില്ല. ആ ഒരു ടോപ്പിക്കിൽ കുറച്ചുകൂടി അധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഈ ലാസ്റ്റ് മന്ത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ടെസ്റ്റ് സീരീസുകളിലാണ്. അതുപോലെ തന്നെ റാങ്ക് ബൂസ്റ്റർ എക്സാംസ് ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് ഒരു റാങ്ക് കൂടുതൽ അല്ലെ ഒരു മാർക്ക് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ എത്ര റാങ്ക് നിങ്ങൾക്ക് കൂടുതൽ എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് കഴിഞ്ഞ തവണത്തെ കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ മതി. ഈവൻ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ തന്നെ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞങ്ങൾ രണ്ടാളും എക്സാം എഴുതുന്ന സമയത്ത് ജസ്റ്റ് ഒരു മാർക്കിന് ഡിഫറൻസ് ആണ്. 1500 റാങ്കാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. 47.8 മാർക്കും 48.8 മാർക്കും ആ റേഞ്ച് മാത്രം. അതായത് ഒരു മാർക്കിന് ഡിഫറൻസിനകത്ത് വന്ന് 1500 റാങ്കിന്റെ വ്യത്യാസമാണ്. ഓക്കെ, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ഈ ഒരു കോഴ്സ് ഇത്രയും സിമ്പിൾ ആയിട്ട്, അതായത് 2024 ഫെബ്രുവരി മാസമാണ് നമ്മുടെ ഈ ഒരു എക്സാം നടക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ, അതായത് ജനുവരി ഓൾറെഡി ആയി. അപ്പോൾ ഇത്രയും കുറഞ്ഞ പ്രൈസിൽ 999 രൂപയ്ക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. ഇനി എങ്ങനെ പർച്ചേസ് ചെയ്യുന്നുള്ള കാര്യം ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് അതായത് നിങ്ങളുടെ ഏത് കോഴ്സാണ് വേണ്ടത്, 2024 ഗേറ്റ് സിവിൽ ആണെങ്കിൽ സിവിൽ, മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഇലക്ട്രോണിക്സ്, അതിനെ ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു വിൻഡോ വരും. ആ വിൻഡോയിൽ ഡയറക്റ്റ്ലി നിങ്ങളുടെ നെയിമും മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു OTP കാര്യങ്ങളൊക്കെ വരും. ഡയറക്റ്റ്ലി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് അവിടെ കാണുന്നത് 999 എന്നുള്ള പ്രൈസ് ആയിരിക്കും. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു നിമിഷം മുതൽ തന്നെ നിങ്ങൾക്ക് ആപ്പ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഈ കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും, എക്സാമുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും, ടൈം ബൗണ്ടർ ആയിട്ട് എക്സാമുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത് എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഏതെങ്കിലും ഇതിന് മുമ്പുള്ള ഗേറ്റ് എക്സാം ക്വാളിഫൈഡ് ആയ ആളുകളുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്തൊക്കെ കാണാം. എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ടെസ്റ്റ് സീരീസ്.
ഓക്കെ, അപ്പം താഴെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാത്തിനെയും ലിങ്ക് ഉണ്ടാവും. നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെന്റാണ് നിങ്ങൾക്ക് വേണ്ടത്, സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിന്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു.